നമസ്കാരം, റിവ്യൂ മാസ്റ്ററിലേക്ക് സ്വാഗതം. കണ്ടന്റ് കണ്ട് ഫുള്ള് കേട്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണനയിലെടുക്കുക. വളരെ പ്രസക്തമായ എനിക്ക് തോന്നിയ ഒരു സോഷ്യൽ മീഡിയയിൽ എല്ലാ ദിവസവും ഓരോരുത്തരും വീഡിയോ ചെയ്യുകയും ഇതിനെക്കുറിച്ച് വളരെ മോശമായി കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഇന്ന് ഈ ടോപ്പിക്ക് നമ്മൾ ഒരു കണ്ടൻ്റായിട്ട് എടുത്തത്. വേറൊന്നുമല്ല, മമ്മൂട്ടി സുഡാപ്പിയും അങ്ങനെയാണല്ലോ ഇപ്പം, മോഹൻലാൽ സംഗീയും, പിന്നെ ഇങ്ങനെയുള്ള പേരുകളും ഇവരുടെ വീഡിയോസിൻ്റെ സിനിമകളിൽ ഇത് വരുമ്പോഴുമൊക്കെ താഴെയും ഇതുമൊക്കെ ഭയങ്കരമായിട്ടുള്ള കമൻസ്. പലരും യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നു, മമ്മൂട്ടി സുഡാപ്പി ആയത് എന്തുകൊണ്ട്, മമ്മൂട്ടി എന്തുകൊണ്ടാണ് ഇത്രയും ഇത് കാണിക്കുന്നത്, മോഹൻലാൽ സംഖ്യയായത് എന്തുകൊണ്ട്. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളൊന്ന് കണ്ടു നോക്കുക. നമ്മൾ മലയാളത്തിൻ്റെ രണ്ട് അഭിമാന താരങ്ങൾ, അവർ തമ്മിൽ നല്ല സൗഹൃദം. ഞാൻ പറയുന്ന പോയിന്റ്സ് നിങ്ങൾക്ക് കണ്ണിക്കാൻ പറ്റുമെന്ന് നോക്കുക. നല്ല സൗഹൃദം അവർ തമ്മിൽ. അവർ നന്നായിട്ട് പൈസ ഉണ്ടാക്കുന്നു. സത്യം പറഞ്ഞാൽ ആരാണ് വിഡ്ഢികൾ? ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്തത് കുറേ വീഡിയോ കണ്ടുകൊണ്ട് ഇത് നമ്മൾ നോക്കുന്നിടത്തല്ല ഈ കമൻസും മാത്രമേ ഉള്ളൂ. ഇത് കോവിഡിന് മുമ്പ്, സോഷ്യൽ മീഡിയ ഇത്രയും ആക്റ്റീവ് ആകുന്നതിന് മുമ്പ്, യൂട്യൂബ് ഇത്ര ഇതാകുന്നതിന് മുമ്പ് ഇവർ മലയാള സിനിമയിൽ ഉണ്ടായിരുന്നല്ലോ. അന്നൊന്നും ഇവർ ഇതേ മതം തന്നെ ആയിരുന്നല്ലോ. മമ്മൂട്ടി നല്ലൊരു മുസൽമാനും മോഹൻലാൽ നല്ലൊരു ഹിന്ദു ആയിരുന്നപ്പോഴും ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ. ഇതിന് ശേഷം കുറേ മതഭ്രാന്തന്മാർ, ഞരമ്പ് രോഗികൾ എന്ന് പറയുന്നവർ, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെ മെയിൻ ആയുധമാണല്ലോ മതം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ കൂട്ടർ ആണ് ഇവരെ ഇങ്ങനെ ആക്കുന്നത്. അവരൊരിക്കലും 100% നമുക്ക് ഉറപ്പിച്ച് പറയാം അവർ ചെയ്യുന്ന കഥാപാത്രങ്ങൾ വെച്ചാണോ നമ്മൾ പറയേണ്ടത്. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിവാദം, പുഴു എന്ന് പറഞ്ഞ സിനിമയിൽ മമ്മൂട്ടിയുടെ കഥാപാത്രം അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ എഴുത്തുകാരൻ ഇന്ന ആളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വിവാദങ്ങളാണ്. എത്രയോ സിനിമകൾ. ഇദ്ദേഹത്തിൻ്റെ ഈ അടുത്തിടയിൽ എടുത്ത നൻപോൽ നേരത്തെ മയക്കത്തിനകത്ത് നിങ്ങൾക്ക് എന്ത് മതമാണ് കാണാൻ പറ്റുന്നത്? ഇനി നിങ്ങൾ റോഷാക്ക് എടുക്കുവാണെങ്കിൽ എന്താണ് കാണാൻ പറ്റുന്നത്? അതിനകത്തും ചിലർ ഇന്നതാണ് മമ്മൂട്ടി ഇന്ന മതത്തിനെ താഴ്ത്തിക്കെട്ടാനാണ്. കണ്ണൂർ സ്കോഡിൽ നിങ്ങൾ എന്താണ് കാണേണ്ടത്? കൊടുവൺ പോറ്റിയായിട്ട് മാറിയ ഭ്രമയുഗത്തിനകത്ത് പറയുന്നവർക്ക് ടെർബോ ചിലവര് ഇതിനെ ഇത് മാത്രം വിചാരിച്ചുകൊണ്ടിരിക്കുന്ന കുറേ പേരുണ്ട്. പോസ്റ്റ് ചെയ്യാനും ഈ വീഡിയോയ്ക്ക് കുറേ കണ്ടന്റും റീച്ചും കിട്ടി. ഇന്നലെ ഒരാൾ യൂട്യൂബിൽ ചെയ്ത വീഡിയോ ഭയങ്കര വൈറലായപ്പം നമ്മുടെയൊക്കെ പല ഗ്രൂപ്പുകളിലും ഇതൊക്കെ എത്തുമ്പോൾ നമുക്ക് തന്നെ നാണക്കേട് തോന്നി. അത് അദ്ദേഹമൊക്കെ വലിയ കാര്യമായിട്ട് പറയുന്നത്. കാരണം മമ്മൂട്ടി മുസൽമാനാവുകയും അദ്ദേഹം അതിനകത്ത് ഭയങ്കര തീവ്രവാദമായി ചിന്തിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഈ പ്രായം 10-73 വയസ്സായതുകൊണ്ട് അദ്ദേഹം സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയാണ് സുഡായിപ്പുകളായിട്ട് വളരെയധികം യോജിച്ചു പോകുന്നത്. എന്തൊരു മണ്ടനാട് കൂടാൻ. ആര് പറഞ്ഞെന്നുള്ളത് അറിയാം. മണ്ടത്തരമാണ് പറയുന്നത്. എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ഇനി അദ്ദേഹത്തിന് എന്താണ് നേടാനുള്ളത്? മമ്മൂട്ടിക്ക് മോഹൻലാൽ ഇനി ആരെ കാണിക്കാനാണ്? എന്ത് നേടാനുള്ളത്? ഇവരുടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ, ഇവരുടെ ഒരു ഫേസ്ബുക്ക് പേജിൽ, ഇവരുടെ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ ഇഷ്ടംപോലെ ഫോളോവേഴ്സ് ഉള്ളവരാണ്. ഒരു രാഷ്ട്രീയപരമായിട്ടൊക്കെ ഇപ്പൊ മമ്മൂട്ടി നല്ലൊരു കമ്മ്യൂണിസ്റ്റാണ്. ഒരിക്കലും വേറൊരു പാർട്ടിയെക്കുറിച്ച് അല്ലെങ്കിൽ പാർട്ടിയുടെ നേതാക്കളെ കുറിച്ച് അല്ലെങ്കിൽ ആ സ്വന്തം പാർട്ടിയെക്കുറിച്ച് ഒരു മോശമായ ഒരു വിവാദ പ്രസ്താവനകൾ അദ്ദേഹം നടത്തിയിട്ടില്ല. മോഹൻലാൽ ബ്ലോഗൊക്കെ എഴുതി എന്തെങ്കിലുമൊക്കെ മണ്ടത്തരങ്ങൾ പറയുന്നതല്ലാതെ മതവുമായിട്ട് ബന്ധപ്പെട്ടോ തീവ്രവാദവുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു രീതിയിലുള്ള പോസ്റ്റുകളും മോഹൻലാൽ ചെയ്തിട്ടില്ല. ഇവർ രണ്ടുപേരെയും വ്യത്യസ്തമാക്കുന്ന, ബാക്കിയുള്ള നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഒരു രീതിയിലുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ഇടപെടാറില്ല, മറുപടി കൊടുക്കാറില്ല. കാരണം അവർ ചെയ്യുന്നത് അവർക്ക് പെർഫെക്റ്റ് ആയിട്ട് അറിയാം, അവർ ചെയ്യുന്നത് കറക്റ്റാണ്. അവർ രണ്ട് കലാകാരന്മാരായെന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഈ രീതിയിലോട്ട് തേച്ചൊട്ടിക്കേണ്ട ആവശ്യം എന്താണ്? ഇനി മമ്മൂട്ടിയുടെ കാര്യത്തിൽ ഒരു വിഭാഗം മൊത്തവും ഏറ്റെടുക്കുന്നു, മുസ്ലിം വിഭാഗം മൊത്തം മമ്മൂട്ടിയുടെ സിനിമകൾ കാണുന്നതുകൊണ്ടാണ് മമ്മൂട്ടിയുടെ സിനിമകൾ വിജയിക്കുന്നത്. ഇടയിൽ മമ്മൂട്ടിയുടെ സിനിമകൾ പൊട്ടുമ്പോഴും ക്രിസ്റ്റഫർ എന്ന് പറഞ്ഞ സിനിമ എന്തുകൊണ്ടാണ് പൊട്ടിയത്? അന്നേരം മമ്മൂട്ടിയുടെ എത്രയോ സിനിമകൾ പരാജയപ്പെട്ട് വയ്ക്കുന്നു. അന്നേരം ആ പരാജയ സിനിമകൾ കാണാൻ അന്നേരം അവരില്ലേ? അതൊക്കെ എന്ത് മോശമാണ്. നമ്മളെല്ലാവരും എല്ലാ മതത്തെയും, നമ്മളൊരു മതത്തിൽ ജനിച്ചു എല്ലാ മതത്തെയും ആ മതത്തെ വിശ്വസിക്കുന്ന എല്ലാ മതത്തെയും സ്നേഹിക്കുകയും ചെയ്യുന്നവരാണ് മനുഷ്യർ.
മരിക്കുമ്പോൾ ഇതൊന്നും നമ്മളൊന്നും ഒരു ഇതാകുന്നില്ല. മമ്മൂട്ടി കൊണ്ടുവന്ന സംവിധായകരുടെ ഒരുപാട് പഴക്കമൊന്നും പോണ്ട. അമൽ നീരദ്, അൻവർ റഷീദ്, മാർട്ടിൻ പ്രക്കാട്ട്, ലാൽ ജോസ്, ബ്ലസ്സി, അജയ് വാസുദേവൻ, മാർത്താണ്ഡൻ, ഇങ്ങനെ എത്ര പേര്, ഈ പറഞ്ഞ എല്ലാവരും ഒരു വിഭാഗത്തിൽപ്പെട്ടവരാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് അവരെ മാത്രം പ്രോത്സാഹിപ്പിച്ചാൽ മതിയല്ലോ. എന്തൊരു ലോകോത്തര വിഡിത്തങ്ങൾ പറയുമ്പോൾ ഇതൊക്കെ ഒന്ന് ചിന്തിക്കാനുള്ള ചിന്താശേഷി ഇല്ലാതെ പോയല്ലോ. തമിഴ്നാട്ടിൽ കമലഹാസനും വിജയും സ്വന്തമായി പാർട്ടി ഉണ്ടാക്കുകയും വളരെ തീവ്രമായ കാര്യങ്ങൾ പറയുകയും ചെയ്യുമ്പോൾ പോലും തമിഴ്നാട്ടിലെ ജനങ്ങൾ അവരെ ട്രോളുന്നില്ല. അവരുടെ സിനിമ കണ്ട് ആസ്വദിച്ചാൽ പോരെ. നമ്മൾ മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ സിനിമ കണ്ട് ആസ്വദിച്ചാൽ മതി. ഇവര് വ്യക്തിപരമായിട്ടും ഇങ്ങനെയുള്ള ഒരു പോസ്റ്റുകൾ ഇടുകയും ആരെ അധിക്ഷേപിക്കുകയും ചെയ്യാത്തിടത്തോളം കാലം ഈ പറഞ്ഞ മതഭ്രാന്തന്മാർക്കൊക്കെ, ഞരമ്പ് രോഗികൾക്ക് എന്താണ് ഇവിടെ പ്രസക്തി? ഇതൊന്നും യാതൊരു ഇതുമില്ല. ഇതൊക്കെ വേറെ രീതിയിൽ ചിത്രീകരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഈ പറഞ്ഞ ഡയറക്ടേഴ്സിനെ എല്ലാം മമ്മൂട്ടി കൊണ്ടുവന്ന് ഇന്ന് അവർ ഇപ്പം വളരെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഫേമസ് അല്ലാത്ത ആൾക്കാരാണ്. നല്ല ശതമാനം പേരും ഫേമസ് ആണ്. മോഹൻലാൽ ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞതാണ്, അയോധ്യയിൽ മോഹൻലാൽ പോകാതിരുന്നത് ഒരു മതത്തെ പേടിച്ചാണ്. അദ്ദേഹത്തിന് പേടിയുണ്ടായിരിക്കും. കാരണം പറഞ്ഞാൽ പലയിടത്തുനിന്ന് എന്തിനാണ് വിവാദങ്ങളിൽ പോയി പെടുന്നത്? മോഹൻലാൽ വിവാദങ്ങളിൽ പോയി പെടാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ്. ഉദാഹരണം, ശ്രീനിവാസൻ മോഹൻലാലിനെ കുറിച്ച് ഒരു സുഹൃത്തായിരിക്കും. സത്യം ചിലപ്പോൾ പകുതി സത്യം കാണും, പകുതി ഇതായിരിക്കാം. എന്നാലും സുഹൃത്തുക്കളായിരുന്നു അവരും. രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ നല്ലപോലെ യോജിച്ചിരുന്ന സമയത്ത് മാറി അദ്ദേഹത്തിന് മോഹൻലാലിനെ കുറിച്ച് ശ്രീനിവാസൻ വളരെ മോശമായിട്ട് പറഞ്ഞപ്പോഴും ഒരു വാക്ക് മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യൻ തിരിച്ച് ശ്രീനിവാസനെ കുറിച്ച് മോശം പറഞ്ഞില്ല. സുഹൃത്തുക്കളാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെങ്കിൽ കുറ്റം പറഞ്ഞ് കളിക്കാം. അത് അയാളുടെ ലെജൻഡാണ് എന്ന് കാണിക്കുന്ന ഒരു ഏറ്റവും വലിയ തെളിവാണ്. കാരണം സ്വഭാവത്തിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. വേറെ ബാക്കിയുള്ള സ്വഭാവങ്ങളും ബാക്കിയുള്ളതൊന്നും നമ്മൾ നോക്കണ്ട. ഈ ഒറ്റ വിഷയം നിങ്ങൾ എടുത്ത് നോക്ക്. ശ്രീനിവാസന് ഒരു പരാമർശം നടത്തിയിട്ടില്ല. ശ്രീനിവാസൻ പറഞ്ഞ എല്ലാം കറക്റ്റ് ആണെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്? ഒരിക്കലും ഇല്ല. ഞാൻ ശ്രീനിവാസൻ പറയുന്നത് എല്ലാം കറക്റ്റാണ്. നമുക്കത് കേൾക്കുമ്പോൾ നല്ല രസമുണ്ട്. എല്ലാം ഒന്നും 100% പെർഫെക്റ്റ് ആയിട്ടുള്ളവരൊന്നും അല്ല ഇവര്. അന്നേരം അവിടൊക്കെയാണ് പല എനിക്ക് പണ്ട് ഓർമ്മയുണ്ട്, ഈ കലാമണിക്ക് വാസന്തി ലക്ഷ്മിക്ക് അവാർഡ് കിട്ടായിരുന്നു. മോഹൻലാലിന് അവാർഡ് കിട്ടി വാനപ്രസ്ഥത്തിന്. അന്ന് കലാമണി തലകറങ്ങി താഴെ. സത്യം പറഞ്ഞാൽ കലാമണിക്ക് നമ്മൾ പ്രതീക്ഷ അവാർഡാണ്. വാസന്തി ലക്ഷ്മിയും ഉറപ്പായിട്ടും പ്രതീക്ഷ അവാർഡാണ്. സത്യമായിട്ട് മോഹൻലാൽ പറഞ്ഞിട്ടാണോ, ജൂറി അംഗത്തിനെ സ്വാധീനിച്ചിട്ടാണ് മോഹൻലാലിന് വാനപ്രസ്ഥം കിട്ടിയത്? മോഹൻലാലിനെ അന്ന് എല്ലാവരോട് കുറിച്ചു മോഹൻലാൽ വലിയ തമ്പുരാനാണ്, വലിയതാണ്. മോഹൻലാൽ എന്ത് ചെയ്തു? മോഹൻലാലും കലാമണി അതിനുശേഷം എത്രയോ സിനിമകൾ അഭിനയിച്ചവർ സന്തോഷത്തോടുകൂടി. പിന്നെ മമ്മൂട്ടിയെ കുറിച്ച് ഒരു സമയം പറഞ്ഞു, മമ്മൂട്ടിയും കലാമണി. ഇതൊക്കെ മമ്മൂട്ടിയും കലാമണിയെ കുറിച്ച് പറയുമ്പോൾ ജാതിയുമായി വലിയ അന്തരം കാണിക്കുകയൊക്കെ ചെയ്തത്. മമ്മൂട്ടി കലാമണി എത്രയോ സിനിമകൾ. തമിഴിൽ ആദ്യമായിട്ട് ഒരു അവസരം ഒരുക്കി കൊടുക്കുന്നത് മമ്മൂട്ടിയാണ് കലാമണിക്ക്. ഇതുകൊണ്ടാണ് ഇവർ രണ്ടുപേരും ഉത്തരം പറയാത്തത്, ഇതിനൊന്നും മറുപടി പറയാത്തത്. കാരണം മറുപടി പറയേണ്ട ഇങ്ങനെയുള്ള വിഡ്ഢികളോടും മതഭ്രാന്തന്മാരോടും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഞരമ്പ് രോഗികളോടും എന്തോ പറയാനാണ്. അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ കമൻസ് പറയുക. ഇതൊക്കെ സത്യം പറഞ്ഞാൽ കേട്ട് നമ്മൾ നിൽക്കേണ്ട അവസ്ഥയുണ്ടോ? ഒരു വീഡിയോക്കകത്തൊക്കെ ഫുള്ള് തെറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് തെറി വിളിക്കുമ്പോൾ എടേ വീട്ടിൽ പോയി നമ്മുടെ കുടുംബം നോക്കടേ. എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം ഒരു സൊസൈറ്റിയിൽ. അവരവരുടെ കാര്യങ്ങൾ ജോലി ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് ഇപ്പോഴും അവരുടെ ഏജിൽ ജോലി ചെയ്ത്, മമ്മൂട്ടിക്ക് 73 വയസ്സുണ്ടെങ്കിൽ മോഹൻലാലിന് 64 വയസ്സുണ്ട്. അവർ 9-10 വയസ്സിന് വ്യത്യാസമേ ഉള്ളൂ. അവർ കൃത്യമായിട്ട് അവരുടെ ജോലി ചെയ്ത് അവർ നല്ലപോലെ സമ്പാദിക്കുന്നു, അവർ നല്ലപോലെ ജീവിക്കുന്നു, അവർ കുടുംബമായിട്ടൊക്കെ നന്നായിട്ട് ജീവിക്കുന്നു. ഈ കമൻറ്റ് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള വൃത്തികെട്ട വീഡിയോസൊക്കെ ചെയ്ത് അവരെ തേജോവധം ചെയ്തിട്ട് എന്ത് കിട്ടാൻ? എന്തെങ്കിലും കിട്ടാനുണ്ടോ? അതുകൊണ്ട് അതും കോവിഡിന് മുമ്പ് ഇവർക്ക് ഒന്നും ഈ പറഞ്ഞ മതമല്ലായിരുന്നു എല്ലാവരും. അതെനിക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നുന്നു. കോവിഡിന് ശേഷമാണ് ഈ സോഷ്യൽ മീഡിയ, യൂട്യൂബ് ഇത്ര ചെയ്തതിനു ശേഷമാണ് ഇവർ ഈ മതത്തിലൊക്കെ പെട്ടെന്ന് വിചാരിക്കുന്നത്. മമ്മൂട്ടി നല്ല മുസൽമാനായിരിക്കാം, അത് നമുക്ക് സന്തോഷമല്ലേ. മോഹൻലാൽ നല്ല ഹിന്ദു ആയിരിക്കും, അതിന് എന്താണ് കുഴപ്പം? മോഹൻലാൽ അമ്പലത്തിൽ പോകുന്നതിന് എന്താണ് കുഴപ്പം? മമ്മൂട്ടി നിസ്കരിക്കാൻ പള്ളിയിൽ പോകുന്നതിന് എന്താണ് കുഴപ്പം? അതിന് പള്ളിയിൽ പോകുമ്പോഴത്തേന് കുറേ പേര് അതിൻ്റെ താഴെ കമൻറ്റ് ഇടുന്നു. എന്താണ് കുഴപ്പം? അദ്ദേഹത്തിൻ്റെ ആചാരപ്രകാരം അദ്ദേഹം ചെയ്യുന്നു. മോഹൻലാൽ ക്ഷേത്രത്തിൽ പോയി തൊഴുന്നു. നമ്മളത് ഏത് മതത്തിലാണോ നമ്മളതുപോലെ ചെയ്യത്തില്ലേ? അന്നേരം
ഇങ്ങനെയുള്ള വിവാദ പ്രസ്താവനകൾ നടത്തുമ്പം വലിയ ബുജികളാണെന്ന് അടിച്ച് ചിലവർ ഇത് ഇങ്ങനെ അല്ലേ നമ്മളെ അങ്ങ് സൈക്കോളജിക്കലി നമ്മളെ അങ്ങ് ഇതാകുന്ന നിങ്ങൾ ചിന്തിക്കൂ, അത് ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്, ഇത് കറക്റ്റ് അല്ലേ, എന്നെ നിങ്ങൾ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. ഇതൊക്കെ ഞരമ്പുകളാണ്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇവർ ചെയ്യുന്ന കഥാപാത്രങ്ങൾ എത്രയോ വൈവിധ്യമാർന്ന പല മതത്തിലുള്ള കഥാപാത്രങ്ങൾ, വളരെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ടാണല്ലോ മമ്മൂട്ടിയും മോഹൻലാലും ലോകം അല്ലെങ്കിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ആക്ടേഴ്സ് എന്നും ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിഭാശാലികളെന്നും പറയുന്നത് നടന്മാരെന്നുള്ള രീതിയിലും. അവർ നല്ല മനുഷ്യരായതുകൊണ്ടാണല്ലോ ഇവർ ഈ ഇത്രയും നാളായിട്ടും 45-50 വർഷമായിട്ട് ഒരു വിവാദങ്ങളിലും പെടാതെ നിൽക്കുന്നത്. പേഴ്സണൽ ലൈഫിനെ കുറിച്ചൊന്നും ആരും തിരക്കേണ്ട ആവശ്യമില്ല. അവരുടെ മമ്മൂട്ടി മോഹൻലാൽ ഇങ്ങനെയാണ് അല്ലെങ്കിൽ മമ്മൂട്ടി ഇങ്ങനെയാണെന്നും തിരക്കേണ്ട ആവശ്യമില്ല. അവർ പക്ഷേ ഒരു രീതിയിലുള്ള മതവിദ്വേഷം ഒന്നും വരുന്ന ഒരു കാര്യങ്ങളും അവർ ചെയ്തില്ല. അവർ എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺസ് ആണെന്ന് ഞാൻ പറയാം. അവർക്ക് മനുഷ്യരെന്നുള്ള രീതിയിലുള്ള അവർക്കുള്ള മൈനസ് പോയിന്റ് അത് പോട്ടെ, ഈ കാര്യങ്ങൾ അവർ എക്സ്ട്രാ ഓർഡിനറിയാണ്. നമ്മളാണെങ്കിൽ പോലും പ്രതികരിക്കും. അവർ പ്രതികരിക്കാത്തത് അതിൻ്റെ ആവശ്യമില്ല. അന്നേരം നിങ്ങൾക്ക് നിങ്ങളുടെ കമൻസ് എഴുതാം. മമ്മൂട്ടി സുഡായ്പി ഗ്രൂപ്പിലുള്ളതാണോ, മോഹൻലാൽ ഇതാണോ, ഇതെല്ലാം കേൾക്കുന്ന നമ്മളല്ലേ സത്യം പറഞ്ഞ വീഡിയോകൾ. ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്തത് ഇന്നലെ ഒരാൾ വീഡിയോ ചെയ്തതുകൊണ്ട് വളരെ കാര്യമായിട്ട് ഇതിനെ അങ്ങ് സൈക്കോളജിക്കലി ബ്രെയിനിലോട്ട് ഇഞ്ചെക്റ്റ് ചെയ്യുന്ന കണ്ടുകൊണ്ടാണ് ഈ വീഡിയോ. കാരണം ഫുള്ള് നെഗറ്റീവ് അടിച്ച് നമ്മളെ ഇവിടെ വരും. നമ്മുടെ 2 കലാകാരന്മാരും നമുക്ക് അഭിമാനമാണ്. ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ഐശ്വര്യം എന്ന് പറയും, ഇവർക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോൾ, ഒരു എക്സാമ്പിൾ സംഭവിച്ചു കഴിയുമ്പോൾ, ആ ഒരു 25 കൊല്ലം 50 കൊല്ലമൊക്കെ കഴിയുമ്പോൾ സംഭവിച്ചു കഴിയുമ്പോഴത്തേനും എല്ലാവരോടൊക്കെ കരഞ്ഞ് ഇതാണ്. ഇതാണ് മലയാളികളുടെ ഒരു രീതി. ജീവിച്ചിരിക്കുമ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടവരെ അപ്രീഷിയേറ്റ് ചെയ്യണം. അത് ആരായാലും, അത് മമ്മൂട്ടിയെ പോലെ ആരായാലും അവരെ അപ്രീഷിയേറ്റ്, നമ്മുടെ പൊന്നാണ് അവർ, മമ്മൂട്ടി മോഹൻലാൽ. അങ്ങനെ കരുതിക്കണം. അത് നമ്മളായിട്ട് പല ഗ്രൂപ്പുകളിലെയും ചർച്ചാ വിഷയം തന്നെ ഇതാണ്, നാണക്കേടാണ്. അതുകൊണ്ട് നമ്മുടെ ഇന്നും നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുള്ള ഒരുപാട് അഭിനേതാക്കളിൽ മുൻപന്തി നിൽക്കുന്ന താരങ്ങൾ തന്നെയാണ് മമ്മൂട്ടി മോഹൻലാൽ. അവർ ഈച്ചാക്കയെന്ന് മോഹൻലാൽ മമ്മൂട്ടിയെ വളരെ കുറച്ച് പേര് ഈച്ചാക്കയെന്ന് വിളിക്കുന്ന ഒരാൾ മോഹൻലാലാണ്. 2-3 പേര്, ജോഷിയോ ഫാസിലോ, അങ്ങനെ 2-3 പേര് വിളിക്കുന്നത്. അത്രയ്ക്ക് അവർ നല്ല ബോണ്ടിങ്ങാണ്. മമ്മൂട്ടിക്ക് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണ് അവരുടെ ഫാമിലി. മോഹൻലാലിനെ തിരിച്ച് അവർ ഫാമിലി. പിന്നെ ആർക്ക് നാണക്കേടാണ്. മലയാളികൾ നമ്മൾ കുറച്ചുകൂടെ ഉയർന്ന് ചിന്തിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറയുന്ന വലിയ ഉയർന്ന ചിന്താഗതി എന്നല്ല പറഞ്ഞത്, എന്നാൽ നമ്മൾ ഒരുപാട് തരം താണ് പോകരുത്. അന്നേരം വീഡിയോ കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.